വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കാലിൽ ചെരുപ്പ് ധരിക്കാതെ നടക്കുന്നത് നല്ലതാണോ എന്നതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. മിതിയടികൾ മാത്രം പാദരക്ഷകളായുണ്ടായിരുന്ന ആദ്യകാലത്ത് പോലും നഗ്നപാതരായി നടക്കുന്നവരെ നന്മയുള്ളവരുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഒരാൾ ധരിച്ചിരിക്കുന്ന ചെരുപ്പിൻ്റെ വിലയിൽ നിന്നും അയാളുടെ സ്റ്റാറ്റസ് വിലയിരുത്തുന്ന നിലയിലേക്ക് സമൂഹം മാറിയിരിക്കുന്നു. വ്യായാമത്തിനായി നടക്കുമ്പോൾ പോലും ഇഴുകിപ്പിടിച്ച ഷൂസുകൾ ധരിക്കുവാൻ നിർബന്ധിതരാകുന്ന ആളുകൾ മറ്റുള്ളവർ തങ്ങളെപ്പറ്റി എന്ത് കരുതുമെന്ന മിഥ്യാധാരണ കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കാലിൽ ചെരുപ്പ് ധരിക്കാതെ നടന്നാൽ കാണുന്നവർ തങ്ങളെ ഇല്ലായ്മക്കാരായി ചിത്രീകരിച്ചേക്കാമോ എന്ന അന്തസ്സിൻ്റെ പ്രശ്നവും പലരെയും അലട്ടുന്നുണ്ട്. നഗ്നപാദത്തോടെ കുറേ നേരമെങ്കിലും നടക്കുന്നത് ശരിയായ വിധത്തിലുള്ള രക്തചംക്രമണത്തിനും ഭൂമിയിൽ നിന്നും ശരീരത്തിലേക്കുള്ള ഊർജപ്രവാഹത്തിനും ആരോഗ്യകരമായ ജീവിതത്തിനും അത്യന്താപേക്ഷിതമാണെന്ന് ആധുനിക വൈദ്യശാസ്ത്രം വെളിപ്പെടുത്തിയിട്ടുണ്ട്. പരുക്കൻ പ്രതലത്തിലൂടെ നടക്കുമ്പോൾ പാദങ്ങൾക്കിടയിൽ നേരിട്ട് മർദ്ദമനുഭവിക്കും. അത് ശരീരപ്രവർത്തനങ്ങളെ ഉദ്ദീപിക്കുമെന്നാണ് പുതിയ കണ്ടെത്തൽ. പാദത്തിനടിയിൽ വിരലുകൾ മുതൽ ഉപ്പുറ്റി വരെ നീളുന്ന ഓരോ പ്രത്യേക ഭാഗത്തെയും ഞരമ്പുകൾ തലച്ചോറ്, ഹൃദയം, കിഡ്നി, കരൾ എന്നിങ്ങനെയുള്ള ശരീരഭാഗങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഓരോ ഭാഗത്തുമേൽക്കുന്ന നേർത്ത മർദ്ദം അതുമായി ബന്ധപ്പെട്ട പ്രധാന അവയവത്തിൻ്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ ചെരുപ്പില്ലാതെ കുറച്ചു സമയമെങ്കിലും ഭൂമിയിൽ നടക്കാൻ ശ്രമിക്കുന്നത് വളരെ നല്ലതു തന്നെയാണ്.